കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ വിശുദ്ധിയിൽ എത്തിച്ചേരുക, രക്ഷയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതേത് മാർഗമാണ് ആ രക്ഷയിൽ ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പല മതങ്ങളും വിശ്വാസങ്ങളും വിവിധ രീതിയിലുള്ളതായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ വിശുദ്ധിയിൽ എത്തിച്ചേരാം? പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ ജീവിതം വിശുദ്ധിയിൽ എത്തിച്ചേർന്ന ഒരു മാർഗത്തിലൂടെ ചരിച്ചതാണ്, അതിലൂടെ യാത്ര ചെയ്തതാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ സത്യവിശ്വാസം എന്നറിയപ്പെടുന്നതായ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ലിറ്റർജിക്കൽ ലൈഫിലൂടെ യാത്ര ചെയ്ത ശ്രേഷ്ഠാചാര്യനാണ് പരിമള തിരുമേനി. അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു സാക്ഷ്യമുണ്ട്. ഈ മാർഗത്തിലൂടെ യേശു തമ്പുരാനെ കാണുവാനും ആ വിശുദ്ധിയിൽ എത്തിച്ചേരുവാനും സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഈ വിശ്വാസം സത്യവിശ്വാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ വിശുദ്ധൻ്റെ ജീവിതം, ആ ജീവിതക്രമം, അദ്ദേഹം അനുഷ്ഠിച്ചതായ ആത്മീയ ചര്യകൾ, ഇതെല്ലാം നമ്മൾ പഠന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധിയിൽ എത്തിച്ചേരും എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ കബറിടത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും പരിശുദ്ധൻ്റെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ സ്വീകരിച്ചതായ മാർഗം നമുക്ക് സ്വീകരിക്കാം. ദൈവം തമ്പുരാൻ്റെ കൃപയ്ക്കായിട്ട് നമ്മെ സമർപ്പിക്കാം. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം പെരുന്നാളിൻ്റെ അവസാന ദിവസം വരെ, 3-ാം തീയതി വരെ തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. തൻ്റെ പൂർവിക കടന്നുപോയ ഭാഗ്യ സ്മരണാർഹനായ ഒസ്താത്യോസ് തിരുമേനി കാണിച്ചു കൊടുത്തതായ ആ വലിയ മാർഗത്തിൽ പെരുന്നാൾ കൊടിയേറ്റിൻ്റെ 26-ാം തീയതി മുതൽ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ പണമെണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇവിടുന്ന് കടന്നു പോകുന്ന ഒരു രീതിയാണ് ഒസ്താദ് തിരുമേനി കാണിച്ചു കൊടുത്തത്. അത് തന്നെ കൊച്ചു തിരുമേനിയും കാണിച്ചു തരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട്, ഇവിടെ താമസിച്ചുകൊണ്ട് നേരിട്ട് ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു. തിരുമേനിയുടെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉള്ളത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യേണ്ടതായ ഒരു കാര്യമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും തിരുമേനിയെ ഈ 144-ാം പെരുന്നാളിൻ്റെ കൺവെൻഷൻ പ്രോഗ്രാമിലേക്ക് ഇന്ന് നടക്കുന്നതായ ഈ പ്രസംഗ പരമ്പരയുടെ ഈ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്യ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന വിശ്വാസ സമൂഹത്തെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും പ്രസംഗം കേൾക്കുവാനായിട്ട് ഇവിടെയുണ്ട്. അവരുടെ സാന്നിധ്യത്തിന് പ്രത്യേക നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് വചനം പ്രസംഗിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ തോമസ് വർഗീസ് അച്ഛനാണ്. അച്ഛൻ വൈദിക സെമിനാരി പ്രൊഫസറാണ്. അതുപോലെ തന്നെ വൈദിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകൻ, ധ്യാനഗുരു, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം അച്ഛൻ മലങ്കര സഭയിൽ അറിയപ്പെടുന്നു. ഒരുപക്ഷെ സജി അമ്മയിൽ അച്ഛൻ എന്ന് പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും പരിചയമുള്ളതായ പേര് എന്നെനിക്ക് തോന്നുന്നു. അച്ഛനാണ് ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത്. അച്ഛനെ വചനപ്രസംഗത്തിനായിട്ട് എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും അഭിമന്യനും എനിക്ക് ഗുരുസ്ഥാനീയനുമായിരിക്കുന്ന അഭിമന്യനായ തിരുമേനി, കർത്താവിനാൽ അനുഗ്രഹീതരെ, പ്രിയപ്പെട്ടവരെ, പുണ്യവാന്റെ പാദപീഠത്തിൽ വീണ്ടും ചേർന്ന് നിൽക്കുവാൻ, വചനത്തിൻ്റെ പൊരുൾ തെളിയിക്കുവാൻ ദൈവം തന്ന അവസരത്തിന് 1000 നന്ദി ആമുഖമായി രേഖപ്പെടുന്നതോടൊപ്പം ഇങ്ങനെയേറെ സ്നേഹിക്കുന്ന സെമിനാരിയുടെ മാനേജർ പ്രിയങ്കനായ MC കുര്യാക്കോസിനുള്ള നന്ദിയും ഞാൻ ആമുഖമായി സമർപ്പിക്കുകയാണ്. ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ
ഓരോ പരിശുദ്ധൻ്റെയും കബറിടത്തിലേക്ക് വിശ്വാസികൾ എന്തിനെത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്ന ഒരു മറുപടിയുണ്ട്. അനുഗ്രഹങ്ങൾ തേടി പരിശുദ്ധന്മാരുടെ ചാരത്തേക്ക് അവർ എത്തുന്നു എന്നത്. അനുഗ്രഹങ്ങൾ തേടി പരിശുദ്ധൻ്റെ പാദപീഠത്തിലേക്ക് എത്തുന്നു എന്നതിനേക്കാൾ കുറച്ചുകൂടെ മനോഹാരിത സാധ്യതകൾ തേടി ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണമാണ് പരിശുദ്ധിയുടെ ഈ വലിയ സാധ്യതകളെ കൂടുതൽ പ്രഭാപൂരിതമാക്കി മാറ്റുന്നത്. ആ സാധ്യതകൾ, നിങ്ങൾ അന്വേഷിക്കുന്ന സാധ്യതകൾ വ്യത്യസ്തങ്ങളാവാം. ആ സാധ്യതകൾക്ക് ഒരു ഏക ശിലാരൂപം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നാമൊക്കെ ഇവിടെ അന്വേഷിക്കുന്നത്, ഇവിടെ ഒരു കബറുണ്ട്, ഇവിടെ ഒരു മുനിശ്രേഷ്ഠനുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയുടെ സാധ്യതകൾ എന്ത് എന്ന് അന്വേഷിപ്പാനാണ്. ഈ നാളുകളിൽ അനേകായിരങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു വായനാമധ്യേ എഴുത്തുകാരൻ എഴുതുന്നു, സാധ്യതകൾ ഇല്ല എന്ന് പറയുവാൻ ലോകത്തിൽ ഗുരുക്കന്മാർ ആവശ്യമില്ല. സാധ്യതകൾ ഇല്ല എന്ന് പറയുവാൻ ലോകത്തിന് മതവും ആവശ്യമില്ല. സാധ്യതകൾ ഇല്ല എന്ന് പറയുവാൻ ലോകത്തിന് പരിശുദ്ധന്മാരും ആവശ്യമില്ല. അപ്പോൾ വളരെ വ്യക്തമാണ്, സാധ്യതകൾ ഉണ്ട് എന്ന് പറയുവാനാണ് പരിശുദ്ധന്മാർ, സാധ്യതകൾ ഉണ്ട് എന്ന് പറയുവാനാണ് ഗുരുക്കന്മാർ, സാധ്യതകൾ ഉണ്ട് എന്ന് പറയുവാനാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം. അങ്ങനെയെങ്കിൽ സാധ്യതകൾ അന്വേഷിക്കുന്ന തീർത്ഥാടക സമൂഹത്തിന് ഇനിയും നിലയ്ക്കാത്ത സാധ്യതകൾ നിരവധി വേറെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പുണ്യവാന്റെ ഓർമ്മയിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. പരിശുദ്ധനായ പരിമൽ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ഉത്തമനായ ഒരു സന്യാസി ദിവസവും കുറെ മരിക്കണം. അങ്ങനെ മരിച്ചാൽ ഒരു ഗുണമുണ്ട്, അവസാനം അവന് മരിക്കുവാൻ പേടിയുണ്ടാവില്ല എന്ന്. അപ്പോൾ മരണത്തെ നാം പേടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അനുദിനം നമുക്ക് മരിക്കുവാൻ ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, ജീവിക്കാനുള്ള ആശങ്കകളാണ് അനുദിനം നമുക്കുള്ളത്. അതുകൊണ്ട് മരിക്കാൻ നമുക്ക് വലിയ പേടിയാണ്. പക്ഷെ തിരുമേനി തൻ്റെ ജീവിതത്തോട്, തൻ്റെ ദർശനത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞു, ദിവസവും മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്യാസിക്കും ഒരു ഭക്തനും മരണം പോലും വെല്ലുവിളി ഉയർത്തുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ച് ജീവിതത്തിൻ്റെ സാധ്യതകളെ തന്നെ നമുക്ക് ചുറ്റും തുറന്നിടുകയാണ്. സാധ്യതകൾ അന്വേഷിക്കുന്ന ഭക്തരായ തീർത്ഥാടകരുടെ മുമ്പിൽ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സമർപ്പിക്കുന്നത് ഒരു പഴയ നിയമ വേദഭാഗമാണ്. അത് യോശുവ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കും. യോശുവ യൗസേപ്പിന്റെ കുലമായ എബ്രയമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയും ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമേ ഉള്ളൂ വരേണ്ടത്. മലനാട് നിങ്ങൾക്കുള്ളതാകുന്നു, അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പുരഥങ്ങളുള്ളവരും ബലവാന്മാരുമാകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ച ദൈവജനം, അവിടെ ഓഹരികൾ വിഭജിച്ച് നൽകുവാനുള്ള നിയോഗം യോശുവ എന്ന വലിയ പ്രവാചകന് ദൈവം ദാനമായി നൽകി. യോശുവ ഓരോ കുലത്തിനും യോഗ്യമായ ഓഹരികളൊക്കെ കൃത്യമായി കണക്കു തെറ്റാതെ വിഭജിച്ചു കൊടുത്തു. യൗസേപ്പിന്റെ മക്കൾക്കും വളരെ കൃത്യമായി അവർക്ക് മുൻനിർണയിക്കപ്പെട്ട ഓഹരി എഫ്രൈം പർവ്വതമായി ലഭിച്ചു കഴിഞ്ഞു. ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചു കഴിഞ്ഞു. യോശുവയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷെ പ്രശ്നം, ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്നിടത്താണ് എന്നും പ്രശ്നം. ഇവിടെ പലരുടെയും സാധ്യതകൾ അന്വേഷിക്കുന്നതിന്റെ ചേതോവികാരം ലഭിക്കാഞ്ഞിട്ട് അല്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കട്ടെ. ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് സംതൃപ്തിയില്ല എന്ന കാരണങ്ങൾ കൊണ്ടാണ് വീണ്ടും വീണ്ടും സാധ്യതകൾ തേടി നാം അന്വേഷിക്കുന്നു എന്നതാണ് അന്നും ഇന്നും പച്ചയായ പരമമായ യാഥാർത്ഥ്യം. ഇവിടെയും യൗസേപ്പിന്റെ മക്കൾക്ക് അവരുടെ ഓഹരി എഫ്രൈം പർവ്വതമായി ലഭിച്ചു എന്ന് വേദപുസ്തകം കൃത്യമായി ഓർമ്മിപ്പിക്കും.
തന്നെയുമില്ല പർവ്വതങ്ങൾ എന്നും ഉന്നതമായ പാപങ്ങളെ ധ്വനിപ്പിക്കുന്നതാണ്. യൗസേപ്പിന്റെ മക്കൾക്ക് മനസ്സറിഞ്ഞാണ് യോശുവ എഫ്രൈം എന്ന മഹാപർവ്വതം നൽകിയത്. കാരണം പട്ടിണി കൊണ്ട് നട്ടം നിറഞ്ഞ അറുതിയുടെ നാളുകൾക്ക് അന്ത്യം കുറിച്ച യൗസേപ്പിന്റെ മക്കൾക്ക് ഔന്നത്യത്തിന്റെ പർവ്വതമല്ലാതെ മറ്റെന്താണ് ഓഹരിയായി നൽകുവാനുള്ളത്? ഒരു ജനത്തിന്റെ പട്ടിണിക്ക് മുഴുവൻ ഉത്തരം നൽകിയവൻ, ഒരു ജനത്തിന്റെ കാലക്കേടിന് പരിഹാരമായി കടന്നു വന്ന അനുഗ്രഹീത പ്രവാചകന്റെ വരും തലമുറയ്ക്ക് എഫ്രൈം പർവ്വതമല്ലാതെ ആ ഔന്നത്യത്തിന്റെ സാധ്യതകളല്ലാതെ മറ്റെന്താണ് ആ ഓഹരിയായി നൽകുന്നത്? എത്ര ഔന്നത്യത്തോടെ ദൈവം പെരുമാറിയാലും നമുക്ക് തിരികെ ഔന്നത്യത്തോടെ പലപ്പോഴും പ്രതികരിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ യൗസേപ്പിന്റെ മക്കൾ ദൈവസന്നിധിയിൽ എത്തുന്നത് ഒരു പരാതിയുമായിട്ടാണ്. ആ പരാതി വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാണ്. ദൈവമേ, നീ ഞങ്ങൾക്ക് ഓഹരി തന്നു. ആ ഓഹരി എഫ്രൈം എന്ന വലിയ പർവ്വതമാണ്, ഔന്നത്യത്തിന്റെ മഹാപർവ്വതമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പരാതിയുണ്ട് കേട്ടോ. ആ പരാതി ഒന്നുമില്ല, ഓഹരിക്ക് വിസ്തൃതി പോരാ. നമ്മുടെ പ്രശ്നമാണ്. പരിശുദ്ധന്മാരിൽ നിന്ന് എപ്പോഴും നാം വ്യത്യസ്തരാകുന്നതും നാം സാധാരണ മനുഷ്യരായി ഇന്നും ജീവിക്കുന്നതും ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകൾ ഇന്നും കണ്ടെത്താത്തതിന്റെ കാരണം ലഭിച്ച സാധ്യതകളുടെ വിസ്തൃതി പോരാ എന്ന് നമ്മുടെ വിലാപങ്ങൾ ഇന്നും അസ്തമിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ കൃത്യമായി പറഞ്ഞു, ഓഹരി തന്നു. പക്ഷെ തന്ന ഓഹരിക്ക് എന്തു പോരാ? വിസ്തൃതികൾ പോരാ. അതാണ് പരാതി. അപ്പോൾ ഈ രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, സാധ്യതകൾ വിസ്തൃതമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? 3 ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് യോശുവ പ്രവാചകൻ തുടർന്ന് പരിശുദ്ധ പരമനത്തിനുമയുടെ ജീവിത ദർശനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 3 ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ വിസ്തൃതമാകാം, ഓഹരികൾ വിസ്തൃതമാകാം. ഈ ലോകത്തോട് ഓഹരികൾ വിസ്തൃതമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവൻ പറയും, സെൻസെക്സ് പട്ടികയിൽ കണ്ണും നട്ട് ഇമവിട്ടാതെ കുത്തിയിരിക്കണം എന്നവൻ പറയും. ഈ ലോകം ഇന്ന് ഓഹരി വിപണിക്ക് കാട്ടുപോത്തിന്റെ ഗതിവേഗതയാണല്ലോ നൽകിയിരിക്കുന്നത്. കാട്ടുപോത്തിന്റെ ഗതിവേഗതയോടെ നിർദാക്ഷിണ്യം തട്ടിത്തെറിപ്പിച്ച് പായുന്ന ഒരു കാട്ടുപോത്തിന്റെ നിർദാക്ഷിണ്യമാണ് ഇന്ന് ഓഹരി വിപണിക്ക് പ്രതീകമായി ലോകം അവതരിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇന്നിന്റെ മണ്ണിൽ ഓഹരികളുടെ നേടിയെടുക്കുക എന്നത് വിലപേശലും അത് സൈബർ സ്ക്രീനിന്റെ മത്സര പോരാട്ടങ്ങളുമാണ്. പക്ഷെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് യോശുവ പ്രവാചകൻ യൗസേപ്പിന്റെ മക്കളോട് പറയുന്നു, സാധ്യതകൾ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 3 ലളിത കാര്യങ്ങളുണ്ട്. 1 സീക്ക്, 2 ഫൈറ്റ്, 3 ടേക്ക്. 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഇവിടെ മാത്രമാണ് ഓഹരികൾ വിസ്തൃതമാക്കുന്നത്. ഫസ്റ്റ് സീക്ക്, ദെൻ ടു ഫൈറ്റ് ആൻഡ് ടു ടേക്ക്. ഇത് 3 ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓഹരികൾ നമുക്ക് വിസ്തൃതമാക്കുവാനൊക്കെ വേണം നമുക്ക് സാധിക്കുന്നത്. അവിടെ യോശുവ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രതിസന്ധിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഞാനല്ല തന്നത്, ദൈവം കൽപ്പിച്ച് നിങ്ങൾക്ക് നൽകി തന്ന എഫ്രൈം നാടാണ്. അതിന് വിസ്തൃതി പോരാ എന്നാണ് നിങ്ങളുടെ വിലാപം. പകരം നിങ്ങൾക്കൊരു പരിഹാരം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമേ വരേണ്ടതുള്ളൂ എന്നത് വേദഭാഗം വ്യക്തമാക്കുന്നു. എങ്കിലും നിന്റെ പിതാവിന്റെ ഔന്നത്യം ഉണ്ടല്ലോ, യൗസേപ്പിന്റെ ഔന്നത്യം, അതെ, നമ്മുടെ പിതാക്കന്മാരുടെ ഔന്നത്യം അത് വളരെ വലുതാണ്. ഇവിടെ ഇരിക്കുന്ന അനുഗ്രഹിക്കുന്ന പിതാക്കന്മാരെ, നിങ്ങളുടെ ഔന്നത്യം ഈ മണ്ണ് കൊണ്ട് തീരുന്നില്ല, ഈ കാലം കൊണ്ട് തീരുന്നില്ല. നാളുകളിൽ നിങ്ങളുടെ തലമുറകളുടെ ഓഹരികൾ വിസ്തൃതമാക്കുവാൻ അത് പര്യാപ്തമാണ്. ഇറ്റ്സ് എ ക്യാപിറ്റൽ. അതൊരു മൂലധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഔന്നത്യങ്ങളുണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഔന്നത്യങ്ങൾ ഇറ്റ്സ് ബിക്കം എ ക്യാപിറ്റൽ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. വരും തലമുറയ്ക്ക് അതൊരു മൂലധനമായി മാറുകയാണ്. അതുകൊണ്ട് യോശുവ പറഞ്ഞു, നിന്റെ പിതാവിന്റെ ഔന്നത്യം അത് കണക്കിലെടുത്തുകൊണ്ട്, മലനാട് അതിന്റെ വീതി പോരാ എന്ന നിന്റെ വിലാപം ഏറ്റെടുത്തുകൊണ്ട് നിനക്കൊരു പരിഹാരം ഞാൻ നിർദ്ദേശിക്കാം. ആ പരിഹാരമാണ് വേദപുസ്തകത്തിൽ വായിച്ചത്. മലനാട് ആർക്കുള്ളതാണ്? ഇറ്റ്സ് യുവർ സെക്കൻഡ് പോസിബിലിറ്റി. എഫ്രൈമാണ് നിങ്ങളുടെ അവകാശം, അത് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദ സെക്കൻഡ് പോസിബിലിറ്റി, രണ്ടാമതായി നിങ്ങൾക്ക് നൽകാനുള്ള സാധ്യത അതെന്താണ്? മലനാടാണ്. അത് ഞാൻ നിങ്ങൾക്ക് തരുകയാണ്.
അപ്പോ തീരുന്നില്ല പ്രശ്നങ്ങൾ. യോശുവ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ അവര് പറഞ്ഞു, മലനാടും ഞങ്ങൾക്ക് പോരാ, എഫ്രൈമും ഞങ്ങൾക്ക് പോരാ, പിന്നെ മലനാടും എന്തു ചെയ്യും? എഫ്രൈമും ഞങ്ങൾക്ക് പോരാ. നീ ഓൾട്ടർനേറ്റീവായി, നീ ബദലായി സൂക്ഷിച്ച ദ സെക്കൻഡ് പോസിബിലിറ്റി, ദ അതർ പോസിബിലിറ്റി ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് പോസിബിലിറ്റി, അതാണല്ലോ മലനാടായി ഉപയോഗിച്ചത്. പക്ഷെ വളരെ വ്യക്തമായി യൗസേപ്പിന്റെ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കത് പോരാ. 3 കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പോരാ എന്ന് പറയുവാനൊക്കെ വേണം 3 കാരണങ്ങൾ അവർ ഉന്നയിക്കുന്നു. 1, അത് കാടാകുന്നു, പ്രശ്നമാ. 2, അവിടെ പെരിസ്ത്യ മല്ലന്മാരുണ്ട്, പ്രശ്നമാ. 3, അവിടെ കനാന്യ ഇരുമ്പു രഥങ്ങളുണ്ട്. 3 പ്രശ്നങ്ങളുണ്ട്. ഈ 3 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നീ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച മലനാട് ഏറ്റെടുക്കുവാൻ പ്രവാചക ഞാനില്ലേ? പ്രിയപ്പെട്ടവരെ, സാധ്യതകൾക്ക് വേണ്ടി നിരന്തരം അന്വേഷിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. പക്ഷെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ കാടിന്റെ ഭീകരത മാത്രമേ നിറയുന്നുള്ളൂ. കാടിന്റെ സാധ്യതകൾ നാം എന്താ കാണാത്തെ? പരുമലയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ പുണ്യവാന്റെ യാത്രാമധ്യേ എത്ര പേർ പറഞ്ഞു കാണും, മാനുമില്ല, മാഞ്ചാതിയുമില്ല, ആടുമില്ല, ഒന്നുമില്ലാത്ത ഈ കാട്ടുപ്രദേശത്തേക്ക് സഞ്ചരിക്കരുത് എന്ന് എത്ര പേർ ആ പുണ്യവാനെ ഉപദേശിച്ച് കാണും? എത്ര പേർ ആ മുനിശ്രേഷ്ഠന്റെ വഴിമുടക്കുകളായി കടന്നു വന്നു കാണും? എത്ര പേർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തി കാണും? ആവോ, ചരിത്രം വായിക്കണം, അത് വ്യക്തമാണ്. കാരണം ഇത് കാടാണ്. നമുക്ക് കാടിന്റെ സാധ്യതകളെക്കാൾ നമ്മെ അലട്ടുന്നത് കാടിന്റെ ഭീകരതയും കാടിന്റെ ഏകാന്തതയുമാണ്. എപ്പോഴും നമ്മൾ സാധ്യതകളെ കാണാറില്ലല്ലോ. അതുകൊണ്ടാണ് ആമുഖത്തിൽ വ്യക്തമാക്കിയത്, സാധ്യതകളില്ല എന്ന് പറയുവാൻ ഇവിടെ മതം വേണ്ട, സാധ്യതകളില്ല എന്ന് പറയുവാൻ ഇവിടെ ഗുരുക്കന്മാർ വേണ്ട, സാധ്യതകളില്ല എന്ന് പറയുവാൻ ഇവിടെ പ്രവാചകന്മാരും വേണ്ട. സാധ്യതകൾ ഉണ്ട് എന്ന് പറയുവാനാണ് ഗുരു സാന്നിധ്യവും പ്രവാചക സാന്നിധ്യവും പരിശുദ്ധ സാന്നിധ്യവും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് ദൈവപ്രവാചകൻ യോശുവ പറഞ്ഞു, മലനാട് നിങ്ങളുടെ സാധ്യതയാണ്, അവിടെ കാടുണ്ട്. കൃത്യമായി പറഞ്ഞു, കാടാകുന്നു എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. യു സീക്ക്. സാധ്യതകൾക്ക് വേണ്ടി വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാധ്യതകൾക്ക് വേണ്ടി അന്വേഷിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ ധൈര്യം എന്താ? നമ്മുടെ ധൈര്യം ഇന്നലകൾ തന്നെയാണ്. ഇന്നലകളിൽ വിശ്വാസമില്ലാത്തവന് ഇന്ന് വിശ്വാസമില്ല, നാളെ അവന് തീർത്തും വിശ്വാസമില്ല. ഇന്നലകളാണ് നമ്മുടെ ആത്മധൈര്യം. ഇന്നലകളിൽ പുണ്യവാനായ പരിശുദ്ധ പരിമല തിരുമേനിയെ പോലുള്ളവർ സഞ്ചരിച്ച സഞ്ചാരപഥങ്ങളാണ് നമ്മുടെ ആത്മധൈര്യം. ജീവിതം കൊണ്ട് വിളക്ക് തെളിയിക്കുക എന്നത് നമ്മുടെ നിയോഗമാണ്. പക്ഷെ നമുക്ക് വെട്ടം കാണാൻ പോലും വെളിച്ചം ഇപ്പോൾ തെളിയിക്കാറില്ല എന്നത് നമ്മുടെ കുഴപ്പമാണ്. ജീവിതം കൊണ്ട് വെളിച്ചം കാണിക്കുന്ന, വെളിച്ചം തെളിയിച്ച ഇന്നലകളുടെ പിതാക്കന്മാരെ വീണ്ടും വീണ്ടും നാം ഓർക്കുമ്പോൾ ഇന്നലകളുടെ ചരിത്രമാണ് ഇന്നിന്റെ സാധ്യതകളെ ഏറ്റെടുക്കുവാൻ, കണ്ടെത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുക എന്ന് മറന്നു പോകരുത്. എന്താണ് ഇന്നലകൾ? ഇന്നലകൾ ഫറവോന്റെ അടിമക്കളങ്ങളിൽ കച്ചിയില്ലാതെ കട്ടയും കട്ടയില്ലാതെ വീടും പണിയുവാൻ ഉള്ള ഗതികേടിൽ അധിവസിച്ചൊരു ജനത്തിന്റെ നൊമ്പരങ്ങളാണ്. അമ്മമാരുടെ മാർവിൽ നിന്ന് ഏകജാതന്മാരെ പിടിച്ച് വലിച്ച് കൊല്ലുവാൻ പോകുമ്പോൾ വിലപിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായകതയാണ് ഇന്നലകൾ. ചെങ്കടലിന്റെ മുമ്പിൽ പതറിപ്പോയ നിമിഷങ്ങളാണ് ഇന്നലകൾ. മുമ്പിലേക്ക് ചാടിയാൽ ചെങ്കടലിന്റെ കാണാക്കയങ്ങൾ, പിമ്പിലേക്ക് ഓടിയാൽ ഫറവോന്യ സൈന്യത്തിന്റെ പിടിയിലാക്കപ്പെടുന്ന സങ്കീർണതകൾ. പക്ഷെ ഇന്നലകളിൽ അവർ അനുഭവിച്ച ദൈവകൃപ ഒരു കാടിന്റെ മുമ്പിൽ എന്തിനു പണയം വെക്കണം? അതാണ് ചോദ്യം. ഇതിനേക്കാൾ ഭീകരമായി കട്ടയില്ലാതെ കച്ചിയില്ലാതെ കട്ടയില്ലാതെ വീടുമൊക്കെ പണിയേണ്ട സങ്കീർണത നടുവിൽ ഇന്നലകളിൽ അവർക്ക് പകർന്ന ഊർജ്ജമുണ്ടല്ലോ, അതെന്തിന് ഒരു കാടിന്റെ മുമ്പിൽ പണയം വെക്കണം എന്നുള്ളത് നാം ശാന്തമായി ആലോചിക്കണം. അതാ പറഞ്ഞത്, ഇന്നലകൾ നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അനുഗ്രഹങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടാത്തവരായി ആരാണുള്ളത്? എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വേണം.
പക്ഷെ അനുഗ്രഹങ്ങൾ ആയാസരഹിതമായി വേണം എന്ന് മാത്രം. പക്ഷേ യോശുവ വളരെ കൃത്യമായി പറഞ്ഞു, ഓഹരികൾ വിസ്തൃതമാക്കണമെങ്കിൽ ഇത് ആയാസരഹിതമായ ഒരു പ്രക്രിയയല്ല. അത് ആയാസരഹിതമായ പ്രക്രിയയായി ഓർമ്മിപ്പിക്കുന്നില്ല. അനുഗ്രഹങ്ങൾക്കായി, സാധ്യതകൾക്കായി വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നാം നമ്മെ തന്നെ തിരിച്ചറിയാതെ എന്താ മാർഗം? തൻ്റെ പിതാവിൻ്റെ ഔന്നത്യം തിരിച്ചറിയാതെ എന്താ മാർഗം? മലങ്കര ഓർത്തഡോക്സ് സഭ ഈ സഭയുടെ ചരിത്രത്തെ തിരിച്ചറിയാതെ എന്താണ് മാർഗം? ഇന്നലകളിൽ ഈ സഭയുടെ പുരോഹിത ചരിത്രത്തെ വിലയിരുത്താതെ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്നലകളിൽ ഈ സഭയുടെ ചരിത്രത്തിന്റെ ഗതിവിധികളെ അപഗ്രഥനം ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്നലകളിൽ നമുക്ക് ചരിത്രമുണ്ടല്ലോ, ചരിത്രം അതിന്റെ താളുകളിൽ വ്യക്തമാണല്ലോ, ചരിത്രം അതിന്റെ താളുകളിൽ സ്പഷ്ടമാണല്ലോ. ഇന്നലകളിലെല്ലാം എല്ലാം ശൂന്യതകളല്ലല്ലോ, ഇന്നതകളിൽ നിന്നല്ലേ നാം ഈ ആവേശങ്ങൾ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇന്നലകളിലൂടെ അധ്യായങ്ങളെ ഏറ്റവും പ്രഭാപൂരിതമാക്കിയ ഒരു പുണ്യവാന്റെ ചാരത്തല്ലേ നാം ഇരിക്കണേ? ഇന്നലകളുടെ സന്ധ്യകളെ, ഇന്നലകളുടെ സാധ്യതകളെ പ്രകാശപൂരിതമാക്കിയ ഒരു പുണ്യവാന്റെ ചാരത്തല്ലേ നാം നിൽക്കുന്നത്? എന്തിനാണ് നാം കണ്ണടച്ചിരുട്ടാക്കുന്നത്? ഇന്നലകളിൽ വളരെ ശ്രേഷ്ഠമായ ഒത്തിരി പോരാട്ടങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും നമ്മുടെ ചരിത്രം വളരെ പ്രകാശപൂർണമാണ്, പ്രകാശമയമാണ് എന്നത് നാം ഓർമ്മിപ്പിക്കണം. വെല്ലുവിളികൾ ഏറ്റെടുത്താൽ എന്താ ഗുണമെന്നറിയാമോ? യോശുവ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 18-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു. മലനാട് മാത്രമേ നീ ചോദിച്ചുള്ളൂ, പക്ഷെ മലനാടും അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിനക്കുള്ളതാണ്. നീ ചോദിച്ചതല്ല നിനക്ക് തരാൻ പോകുന്നത്, നീ ആഗ്രഹിച്ചതല്ല നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ഭക്തലക്ഷങ്ങളായി, തീർത്ഥാടകരായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ലോകമെമ്പാടും എന്നെ കേൾക്കുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. ലോകമെമ്പാടും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന എല്ലാവരുമായി ദൈവം ഓർമ്മിപ്പിക്കുന്നു, നീ ആഗ്രഹിച്ചത് മലനാട് മാത്രമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിസ്തൃതി മാത്രമെങ്കിൽ, യോശുവ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു, നീ ചില വെല്ലുവിളികൾ, നിർണായകമായ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ശ്രമിച്ചാൽ മലനാട് മാത്രമല്ല അതിൻ്റെ അറുതി പ്രദേശങ്ങൾ കൂടി. പരിമല തിരുമേനി പുണ്യവാൻ ആകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആളല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പുണ്യവാന്മാരാകാത്തത്. നമുക്ക് ജനിക്കുന്നതിന് മുമ്പേ പുണ്യവാന്മാരാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പരിമല തിരുമേനിക്ക് പുണ്യവാനാകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് അദ്ദേഹം പുണ്യവാനായി തീർന്നു എന്നാണ് ചരിത്രം. അവിടെ തിരുമേനി തൻ്റെ ജീവിതകാലത്തിൽ തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ആത്മീയ പൈതൃകങ്ങൾ അത് ഭംഗിയായി പൂർത്തീകരിക്കണം എന്ന് മാത്രമല്ലേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ആ പരിശുദ്ധന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ പരിശുദ്ധി അറുതികൾക്കപ്പുറത്തേക്ക് ഈസ് ബിയോണ്ട് ദ ടെറിട്ടറീസ് ആൻഡ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. ലോകമെമ്പാടും പരിമളമായി അത് പകർന്നില്ലേ? പരിമലയിൽ അല്ലെങ്കിൽ മലങ്കര സഭയിൽ മാത്രം ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിച്ച ഒരു പുണ്യവാന്റെ പരിശുദ്ധി അതങ്ങനെയാ. ജീവിതം കൊണ്ട് സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഓരോ മനുഷ്യന്റെയും പരിമളം അത് അതിരുകൾക്കുള്ളിൽ, അതിർത്തികൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതാ. അത് ജീവിതം കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയും. വെറുതെ അല്ല യോശുവ പ്രവാചകൻ ഇസ്രായേലിന്റെ യൗസേപ്പിന്റെ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ മലനാട് ഏറ്റെടുക്കാൻ, അവരെ മാത്രമേ അത് ഏൽപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിന് രണ്ട് കാര്യങ്ങൾ അവിടെ വ്യക്തമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾ വലിയൊരു ജനം, നിങ്ങൾക്ക് മഹാശക്തിയുണ്ട്. യു ഹാവ് ഗ്രേറ്റ് പവർ ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് പോപ്പുലേഷൻ. അപ്പൊ പിന്നെ നിങ്ങളെ അല്ലാതെ പിന്നെ ആരെയാണ് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിയോഗിക്കണ്ടേ? ഇപ്പൊ നമ്മുടെ പരാതി ഇതൊന്നും തൽക്കാലം ഏറ്റെടുക്കേണ്ട എന്നതാണ്. മഹാജനമായി നിൽക്കുന്ന ഇടങ്ങളിൽ മാത്രം സാധ്യതകൾ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് സാധ്യതകൾ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. അത് പല്ലു കൊഴിയുമ്പോൾ അല്ല സാധ്യതകൾ ഏറ്റെടുക്കേണ്ടത്. ഏറ്റെടുക്കുവാൻ ആർജവത്വമുള്ളപ്പോൾ, ഏറ്റെടുക്കുവാൻ ഊർജമുള്ളപ്പോൾ മാത്രമേ നമുക്ക് സാധ്യതകൾ ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. അവിടെ ദൈവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, നീ മഹാജനമാണ്, നീ മഹാശക്തിയുള്ളവനാണ്. അത് യു സീക്ക് ദ പോസിബിലിറ്റി. നീ അന്വേഷണങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യമാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബലഹീനർ വിലപിച്ചാൽ അറിയാം അത് ബലഹീനത കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷെ നമ്മുടെ പ്രശ്നം ഇന്ന് ബലമുള്ളവർ വിലപിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. ബലമുള്ളവർ
ഇന്ന് വിലപിക്കുകയാണ്. സമ്പത്ത് കൊണ്ട് ബലമുണ്ട് എങ്കിൽ അത് വിലാപത്തിനുള്ളതല്ലോ. സൗന്ദര്യം കൊണ്ട് ബലമുണ്ട് എങ്കിൽ അത് വിലാപത്തിനുള്ളതല്ലോ. പ്രവർത്തന സംഘടന മികവ് കൊണ്ട് ബലമുണ്ടെങ്കിൽ അത് വിലാപത്തിനുള്ളതല്ല, അത് സാധ്യതകളിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. അതാണ് പരിമള തിരുമേനി ഓർമ്മിപ്പിച്ചത്. ഒരു ചെറിയ ജീവിതം കൊണ്ട് ഇന്നും നമ്മൾ ഇത്രയും ആളുകളെ ആകർഷിച്ച് ഇവിടെ ഇരുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ചെറിയ ജീവിതം കൊണ്ട് വലിയ വസന്തങ്ങൾ അവിടെ വിരിയിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധ്യതകൾ അന്വേഷിച്ച് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സീക്ക് അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അന്വേഷണത്തിന്റെ പാതയിൽ ഒരുപക്ഷെ കാടാവാം, കാടിന്റെ ഭയാനകകൾ ഉണ്ടാവാം, ഇരുമ്പ് രഥങ്ങൾ ഉണ്ടാവാം, വെല്ലുവിളി ഉണ്ടാകാം. അവിടെ അന്വേഷണങ്ങളൊക്കെ അസ്തമിച്ചാൽ ഓഹരികളൊന്നും എന്തായി മാറില്ല, വിസ്തൃതമാവില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഓഹരികൾ വിസ്തൃതമാക്കണമെങ്കിൽ അന്വേഷണം അത് വളരെ കൃത്യമാവണം. അതാണ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ മഹാശക്തിയാണ്, നമ്മളൊക്കെ ശക്തവാന്മാരാണ്, നമുക്ക് മഹത്തായ പാരമ്പര്യങ്ങളുണ്ട്. മർത്തോമാസ്ലീഗയുടെ അപ്പോസ്തോലിക പാരമ്പര്യം നമ്മളിലുണ്ട്. അത് വലിയ സാധ്യതകളാണ്. നമ്മൾ മഹാജനമാണ്, മഹാശക്തിയാണ്. നമുക്ക് മലനാടുകൾ കീഴ്പ്പെടുത്താൻ കഴിയുന്നവരാണ്. കാടുകൾ വെട്ടിത്തെളിക്കുവാൻ കരുത്തുള്ളവരാണ്. ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർ അത് തെളിയിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം കൊണ്ട്. ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ തീവ്രതകൾ അത് പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും കാടാകുന്നു എന്ന് പറയുന്നിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. എല്ലാം കാടായി കാണുന്നു, ഒരു സാധ്യതയുമില്ല എന്ന് കാണുന്നിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. വീണ്ടും ആവർത്തിക്കട്ടെ, സാധ്യതകളില്ല എന്ന് പറയുവാൻ ഇവിടെ ഒരു മതം വേണ്ട, സാധ്യതകളില്ല എന്ന് പറയുവാൻ ഇവിടെ പ്രവാചകന്മാർ വേണ്ട, സാധ്യതകളില്ല എന്ന് പറയുവാൻ ഇവിടെ പരിശുദ്ധന്മാർ വേണ്ട. നമുക്ക് വേണ്ടത് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു തരാനാ. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും സാധ്യതകൾ അസ്തമിച്ചു പോയിട്ടില്ല. എഫ്രൈം, നിനക്ക് പോരായെങ്കിൽ ദൈവത്തോട് പറയാം. ഇതിന് ജനസാന്ദ്രത വർദ്ധിച്ചത് കൊണ്ടെങ്കിൽ അത് ദൈവത്തിന് മുന്നിൽ വരാം. രോഗം ഒരു പ്രശ്നമായി നിന്നെ അലട്ടുന്നുവെങ്കിൽ ഇവിടെ പറയാം. പ്രയാസങ്ങൾ നിന്നെ അലട്ടുന്നുവെങ്കിൽ ഈ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ പറയാം. എല്ലാം പറയാം. പക്ഷെ ദൈവം പറയുന്നു, സീ ദ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്സ്. നിനക്ക് ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ചില സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നിരാകരിക്കാതിരുന്നാൽ മാത്രം മതി, അതിനെ ഉപേക്ഷിക്കാതിരുന്നാൽ മാത്രം മതി. അത് മലനാടെങ്കിൽ ഏറ്റെടുക്കണം, ദൈവം തരുന്നതല്ലേ. അത് കാടാകുന്നുവെങ്കിൽ ഏറ്റെടുക്കണം, ദൈവം തരുന്നതല്ലേ. അവിടെ ഇരുമ്പ് രഥങ്ങളുണ്ടെങ്കിൽ നമുക്കെന്താ, ദൈവമല്ലേ പറഞ്ഞത്. അവിടെ പെരിസ്ത്യ മല്ലന്മാരുണ്ടെങ്കിൽ നാം എന്തിനാ പേടിക്കുന്നത്, ദൈവം നമ്മോട് പറഞ്ഞതല്ലേ ഈ സാധ്യതകൾ ഏറ്റെടുക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധ്യതകൾ ഇല്ല എന്ന് പറഞ്ഞു നാം വിലപിക്കേണ്ട. സീക്ക്, സാധ്യതകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയണം. ചിലപ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ വെല്ലുവിളികളുടെ രൂപത്തിൽ തരുന്നു എന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം പ്രതീക്ഷിക്കുന്നത് സാധ്യതകൾ ആയാസരഹിതമായി ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ദൈവം പലപ്പോഴും സാധ്യതകളെ വെല്ലുവിളികളുടെ രൂപത്തിൽ തരുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കണം. ഫൈറ്റ്. സാധ്യതകളെ ഏറ്റെടുക്കാൻ കഴിയണം. തന്നാ മാത്രം പോരാ. നമുക്ക് തന്ന എത്ര സാധ്യതകളുണ്ട്, ഇതിന് എത്ര സാധ്യതകൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സാധ്യതകൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. പരിമള തിരുമേനി ഏറ്റെടുത്ത നിരവധി സാധ്യതകളുണ്ട്. അതെ, ആ പുണ്യവാന്റെ പ്രാർത്ഥന പോലും നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ്. പക്ഷേ അത് ഒരു പോരാട്ടമായിരുന്നു എന്നത് തിരുമേനി തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. വളരെ പോരാട്ടമായ ഒരു ജീവിതത്തോട് മാത്രമേ ഈ സാധ്യതകളിലേക്ക് എത്തുമെന്നൊക്കെ നമുക്ക് കഴിയുകയുള്ളൂ. പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പരാജയങ്ങൾ ഒരു തുടർക്കഥകളാകുന്നത് എന്തുകൊണ്ടാണ്? ആ പദം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ പദം തന്നെ തെറ്റാണ്. ഏതൊരു കാര്യത്തിനും ഇറങ്ങുമ്പോൾ വിജയവും പരാജയവും ഉണ്ട്. വിജയവും പരാജയവുമില്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്ത് ഇല്ല. വിജയം മാത്രം ഏറ്റെടുക്കാൻ തയ്യാറായി ഇറങ്ങുന്നവനാണ് പരാജയത്തിന്റെ തുടർക്കഥകളുള്ളത്. പക്ഷെ വിജയവും പരാജയവും ഒരുപോലെ ഏറ്റെടുക്കുന്നവന് തുടർക്കഥകളില്ല. വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇതിലേക്ക് എത്തുമ്പോൾ പരാജയപ്പെടുന്നത് പാപമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, പരാജയപ്പെടുന്നത് കുറ്റമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് പരാജയത്തിന്റെ തുടർക്കഥകളുള്ളത്. അവിടെ ഞാൻ പല വേദികളിൽ ഓർപ്പിച്ചിട്ടുണ്ട്,
നമ്മുടെ തലമുറ ചെസ്സ് കളിച്ച് പഠിക്കണം. ക്രിക്കറ്റ് കളിച്ച് പഠിച്ചതാണ് നമ്മുടെ കുഴപ്പം. ഫുട്ബോൾ കളിച്ച് പഠിച്ചതാണ് നമ്മുടെ കുഴപ്പം. ആ കൂട്ടത്തിൽ നമ്മൾ ചെസ്സൂടെ കളിച്ച് പഠിക്കണം. കാരണം ചെസ്സിൽ മാത്രമേ ചില കരുക്കൾക്ക് പുറകോട്ടൊരു ഗതിവേഗതയുള്ളൂ. പുറകോട്ടൊന്ന് മാറി നിന്നിട്ട് മുന്നോട്ട് പോകുവാൻ അതിൻ്റെ കാലാളിനും അതിൻ്റെ കരുക്കൾക്കും കഴിയുന്നത് ചെസ്സിൽ മാത്രമാണ്. പക്ഷെ നമ്മൾ ക്രിക്കറ്റ് കളിച്ച് പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ തലമുറ ക്രിക്കറ്റ് കളിച്ച് പഠിക്കുന്നതുകൊണ്ട് സ്റ്റമ്പ് പോയാൽ ഔട്ട്. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ചെസ്സ് കളിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു ഈ തലമുറ. ചിലതൊക്കെ പരാജയങ്ങൾക്ക് അങ്ങനെ തുടർക്കഥകളില്ല. സാധ്യതകൾ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത് മാത്രമാണ് പരാജയം. സാധ്യതകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ കഴിയാത്തത് മാത്രമാണ് പരാജയം. പരിമല തിരുമേനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകി എന്ന് പറയുമ്പോൾ അതിലൊരു പോരാട്ടമുണ്ട്. തിരുമേനി ആകാശത്ത് വിഭൂതികൾ ഇറക്കുന്ന പോലെ കേരള മണ്ണിലേക്ക് എത്തിയതല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ദളിത് വിമോചനത്തിന് വേണ്ടി തിരുമേനി പോരാടി എന്ന് പറയുമ്പോൾ അതിലൊരു പോരാട്ട വീര്യമുണ്ട്. എന്തേ നമ്മുടെ പോരാട്ട വീര്യങ്ങളൊക്കെ അസ്തമിച്ചേ? ഈ പോരാട്ട വീര്യങ്ങൾ അസ്തമിക്കുന്നതാവും നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നത്തിന് മറ്റുള്ളവർ ഒരിക്കലും പ്രതികളായി മാറുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ ആയാസരഹിതമായി നാം പ്രതീക്ഷിക്കുന്നുവെങ്കിലും അത് വെല്ലുവിളികളുടെ രൂപത്തിൽ കടന്നു വരുമ്പോൾ നമുക്കത് ഏറ്റെടുക്കുവാൻ കഴിയണം. തീർച്ചയായിട്ടും റിസ്ക് ഫാക്ടർ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. റിസ്ക് ഫാക്ടറുകൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ മർമ്മം അറിയുന്നവൻ സാധാരണ നിന്ന് അടി കൊള്ളത്തേ ഉള്ളൂ എന്നാണ് ഒരു പ്രമാണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവൻ മർമ്മം അറിയാതിരിക്കുന്നതാണ് നല്ലത്, ഒരു അടിയെങ്കിലും തിരിച്ചടിക്കുമല്ലോ എന്ന്. കാരണം മർമ്മം അറിയാവുന്നവൻ കാണുന്നതെല്ലാം മർമ്മമാണെന്ന് തോന്നി നിന്ന് അടി കൊള്ളുന്ന ഗതികേടിൽ നമ്മളിൽ പലരും എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ മർമ്മം അറിയാതിരിക്കുന്നതാണ് അത്യുത്തമം. ഒരടിയെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. ആ അവസ്ഥയിലേക്ക് എല്ലാം റിസ്ക് ഫാക്ടർ എന്ന് വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാം അപകടത്തിന്റെ മുഹൂർത്തങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഒന്നും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ഒന്നിനും വേണ്ടി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ ശ്രമിക്കുക? നമുക്ക് നൽകിയിരിക്കുന്ന മലനാട് അവിടെയുണ്ട്. പക്ഷെ ആ മലനാടിനെ പോലും യഥാർത്ഥമായി ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നിരവധി സാധ്യതകൾ നമുക്കുണ്ട്. ഈ സാധ്യതകളെ ഒന്നും ആത്മാർത്ഥതയോടെ പൂർണ്ണധൈര്യത്തോടെ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയാത്തതിന്റെ പ്രശ്നം നാം പലപ്പോഴും റിസ്ക് ഫാക്ടറുകൾ മാത്രമേ കാണുന്നുള്ളൂ. വിമോചകനായ മോശ നിരാശയുടെ ചൂടുവെപ്പുകളാണ് അദ്ദേഹത്തിന് പർവ്വതത്തിന്റെ അടുക്കൽ, എരിയുന്ന മുൾപ്പടപ്പിന്റെ അടുക്കലേക്ക്. ആ പോകുന്ന പോക്ക് തന്നെ വളരെ വ്യക്തമാണല്ലോ. ആ പോകുന്ന പോക്കിന് മോശയ്ക്കൊരു മകൻ ജനിച്ചു. മകന്റെ പേര് ഒന്നാന്തരം ഒരു പേര് മോശ തന്റെ മകൻ ഇട്ടുകൊടുത്തു. പേര് ഗർഷവും. ഈ സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നല്ല പേര് കിട്ടുക എന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, മകൻ ഉണ്ടാകുന്നതിനേക്കാൾ പ്രയാസമാണ് പേരുണ്ടാകുക എന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെറൈറ്റി പേരാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗർഷവും എന്ന് പേരിട്ട് വിളിക്കാം. പക്ഷെ അവൻ വീട്ടിൽ കയറിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയല്ലേ. അതിന്റെ പേര് ഞാനൊരു പ്രവാസി എന്നതാണ്. അറിഞ്ഞുകൊണ്ട് വേണം ഇടാൻ. അപ്പോ അവൻ നാളെ വീട്ടിൽ കയറിയില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ഒരിക്കലും അവൻ ഉത്തരവാദിത്വം വഹിക്കുകയുമില്ല. പക്ഷെ ഗർഷം എന്ന പേരിടൽ കർമ്മങ്ങളിലൂടെ മോശയുടെ സന്തോഷ അവസരങ്ങളിൽ പോലും ആ പോരാട്ട വീര്യം അസ്തമിച്ച മനുഷ്യന്റെ ഭാവമാണ്. ഇനിയും ഒരു സാധ്യതയില്ല. കാരണം ഇനിയുള്ള അദ്ദേഹം കണ്ട സാധ്യത എന്താ? കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട് വിമോചകനായി മാറുവാൻ. കാരണം കൊട്ടാരത്തിലുണ്ട് യുദ്ധതന്ത്രജ്ഞത, കൊട്ടാരത്തിലുണ്ട് സേവകന്മാർ, അവിടെ ഒരു സാധ്യതയുണ്ട്. കൊട്ടാരത്തിന്റെ വെളിയിൽ എന്ത് സാധ്യത? ആട്ടിടയനായി കേവലം ഒരു വടി കൊണ്ട് നടക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഒരു വിമോചകന്റെ സാധ്യത? വാട്ട് ഈസ് മൈ പോസിബിലിറ്റി? എന്താണ് എന്റെ സാധ്യത? ഒരു സാധ്യതയില്ല. അപ്പോഴാ എരിയുന്ന മുൾപ്പടപ്പിൽ വെച്ച് ദൈവ തേജസ്സിനെ കാണുന്നത്. അപ്പോൾ മോശ വീണ്ടും പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നെ കണ്ടു. പക്ഷെ ഞാൻ നിന്നെ കണ്ടു എന്ന് എൻ്റെ ജനത്തോട് പറഞ്ഞാൽ അവരത് അതാണ് പ്രശ്നം. നമ്മൾ പലതും കാണുന്നുണ്ട്, കണ്ടതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മുടെ കുഴപ്പം. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളാ മുന്നിലിരിക്കണേ, അവരും പലതും കാണുന്നുണ്ട്, പക്ഷെ കണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. മോശ കണ്ടു ദൈവത്തെ, പക്ഷെ മോശയുടെ ആ വലിയ പ്രശ്നം അവിടെയുണ്ട്. ഞാൻ നിന്നെ കണ്ടു, പക്ഷെ ഞാൻ നിന്നെ കണ്ടു എന്ന് ജനത്തോട് പറഞ്ഞാൽ
അപ്പം ദൈവം ചോദിച്ചു, മോശെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. മോശ പറഞ്ഞു, ഒരു വടി, കേവലം ഒരു വടി. അത് ഇന്നലകളിൽ മോശയുടെ സന്തത സഹചാരിയാണ്. ഒരു ആട്ടിടയൻ എന്ന നിലയിൽ ആട്ടിൻപറ്റത്തിന് വഴി കാണിക്കാൻ, ആട്ടിൻപറ്റത്തെ ശിക്ഷിക്കാൻ, തനിക്ക് തളർച്ച വരുമ്പോൾ ഒന്ന് താങ്ങുവാൻ, പാറകളിലും കാട്ടുമുള്ളിലും കാലുടക്കി താഴെ വീഴുമ്പോൾ തനിക്കൊന്ന് പിടിച്ചെഴുന്നേൽക്കാൻ ഒക്കെ മോശ മൾട്ടിപർപ്പസായി ഉപയോഗിക്കുന്ന സാധ്യതയാണ് വടി. അപ്പം ദൈവം പറഞ്ഞു, ആ വടി ഒന്ന് താഴെ ഇടുവോ? മോശ വിചാരിച്ചു, എൻ്റെ ദൈവമേ, നീ എന്തൊരു മണ്ടത്തരാ പറയണേ, ഞാൻ ഈ വടി എത്ര പ്രാവശ്യം താഴെ ഇട്ടിരിക്കുന്നു, എത്ര പ്രാവശ്യം ഈ വടി എൻ്റെ നിന്ന് താഴെ പോയിരിക്കുന്നു, പിന്നെ നീ എന്തായി പറയാ വടി താഴെ ഇടുക? ദൈവം പറഞ്ഞു, മോശേ നീ വടി താഴെ ഇട്. വടി താഴെ ഇട്ടു. താഴെ ഇട്ടപ്പോൾ അത് സർപ്പമായി. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ വാല പിടി. അതിൻ്റെ വല പിടിക്കുമ്പോൾ എന്തായി മാറി? തിരിച്ച്. അപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മൾ താഴ്ത്തു വെക്കാത്തത് കൊണ്ട് അതിൻ്റെ ശക്തി കാണാത്തത്. നമ്മുടെ കയ്യിൽ ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ സാധ്യതകളെ നാം മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. വീണ്ടും ആ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മോശയുടെ കയ്യിലിരിക്കുന്ന വടി താഴെ വീണു, അത് സർപ്പമായി മാറി. ആ സർപ്പത്തെ കണ്ടുകൊണ്ട് ആരോടിപ്പോയി? മിടുക്കനാ. തൻ്റെ കയ്യിലിരിക്കുന്ന വടി ആ സർപ്പമായെന്ന് കൃത്യമായിട്ട് അറിയെങ്കിലും ആ സർപ്പത്തെ കണ്ട് ആരോടി? മോശയോടി. ഇതുകൊണ്ടായിരിക്കും നമ്മൾ പലതും താത്തുവെക്കാത്തേ. ഇതെങ്ങാനും സർപ്പമായാൽ ഓടേണ്ടി വരുമല്ലോ എന്നോർത്താവാം നാം ഒന്നും താഴെ വെക്കാത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കേവലം ഒരു വടി എന്ന് പറഞ്ഞ് തുച്ഛീകരിക്കാൻ വരട്ടെ. സൂക്ഷിച്ചു വെക്കണം. നാളുകളിൽ ചെങ്കടൽ ഭാഗിക്കാൻ അതുമാത്രം മതിയാവും നിനക്ക്. നാളുകളിൽ ചെങ്കടൽ ഭാഗിക്കുവാൻ മറ്റൊരായുധവും നിനക്ക് വേണ്ട. സൂക്ഷിച്ചു വെക്ക്. ഒടിയുന്ന വടിയല്ല ദൈവം നിന്നെ ഏൽപ്പിക്കുന്നത്. ചെങ്കടലിന്റെ ഉഗ്രതയെ, ആഴിയുടെ വിരുമാറിൽ സഞ്ചാരപഥങ്ങളെ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളവയാണ് ദൈവം നിനക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധ്യതകളുണ്ട്. പക്ഷെ സാധ്യതകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ പ്രശ്നം. പരിമല തിരുമേനിയുടെ ജീവിതം ഒരു പോരാട്ടമാണെന്ന് പറഞ്ഞാൽ ആരും ആ പരിശുദ്ധന്റെ സൗമ്യതയ്ക്ക് കോട്ടം വരുന്നത് പോലെ ഞാൻ സംസാരിച്ചു എന്ന് വിലയിരുത്തരുത്. സൗമ്യത എന്ന് പറയുന്നത് ആരോടും മിണ്ടാതിരിക്കുന്ന അവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്കൊത്തിരി കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് സാരമില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. സൗമ്യത എന്നത് സകലത്തോടും പൊരുത്തപ്പെടുന്ന മൃതശരീരത്തിന്റെ അച്ചടക്കമെന്ന് ഒരു ഗുരുക്കന്മാരും പഠിച്ചിട്ടില്ല. ഇനി എന്ത് നഷ്ടമുണ്ടായാലും പഠിക്കാനോട്ട് ഒരുക്കവുമല്ല. അതിനെ ശാന്തത എന്ന് വിളിക്കുവാൻ, അതിനെ സൗമ്യത എന്ന് വിളിക്കുവാൻ തക്കവണ്ണം കഴിയില്ലല്ലോ. അതല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിമല തിരുമേനിയുടെ സൗമ്യത എന്ന് പറയുന്നത് അത് പോരാട്ടവീര്യത്തിൻ്റെതാ. ആ പോരാട്ടവീര്യമുള്ളൊരു മനുഷ്യന് മാത്രമേ ആ കാലഘട്ടത്തിൽ ദളിത് വിമോചനത്തിന്റെ പന്താവിലെത്തുവാൻ കഴിയുകയുള്ളൂ. പോരാട്ടവീര്യം മനുഷ്യൽ സൂക്ഷിക്കുന്ന മനുഷ്യന് മാത്രമേ കരിങ്കാച്ചിറ പള്ളിക്കേസ് പോലുള്ള കേസുകളിൽ നിർണായക മൊഴി നൽകുവാൻ, കോടതി മുറികളിൽ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. മലങ്കര സഭയുടെ ഭരണ കേന്ദ്രങ്ങൾ തന്നെ കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ നിർണായക സുധീര നേതൃത്വം ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഉള്ളിലുള്ള ഭക്തികളൊക്കെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചിട്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി ധീരമായ നിലപാടെടുക്കുവാൻ കഴിയുന്ന പരിമല തിരുമേനിയുടെ മനസ്സൊരു പോരാളിയുടെ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഒരു പോരാട്ടവീര്യമുള്ള മനുഷ്യൻ തന്നെയാ, ഒരു പോരാളിയുടെ മനസ്സ് തന്നെയാണ് ആ പരിശുദ്ധന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഫൈറ്റ് ഫോർ ദ പോസിബിലിറ്റീസ്. ഒന്ന്, സീക്ക് ഫോർ ദ പോസിബിലിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ, രണ്ട്, ഫൈറ്റ് ഫോർ ദ പോസിബിലിറ്റീസ്. സാധ്യതകൾക്ക് വേണ്ടി മലനാട് ഏറ്റെടുക്കണം. മലനാടിൽ കനാന്യ പരിസ്ഥിതി മല്യങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷെ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ഏറ്റെടുക്കേണ്ട സാധ്യതകൾ ഏറ്റെടുക്കാൻ കഴിയാഞ്ഞിട്ട് നാളെ കരഞ്ഞിട്ട് കുറെ കണ്ണുനീര് വേസ്റ്റ് ആകാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ലല്ലോ. ഉണ്ടോ? ഏറ്റെടുക്കേണ്ട സാധ്യതകൾ നാം ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണ്. 3 ലളിത കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞാൻ പറഞ്ഞു സീക്ക്. 2, ഫൈറ്റ്. 3, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ടേക്ക് ദ പോസിബിലിറ്റീസ്. ഈ സാധ്യതകൾ മുമ്പിലുണ്ടെങ്കിലും എടുക്കാൻ കഴിയില്ല, പിന്നെന്ത് ചെയ്യും? ഈ സ്പൂൺ ഫീഡിങ് എന്നൊരു പദമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നേഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ടല്ലോ, മക്കളെ സ്പൂൺ ഫീഡിങ് ആയി മാറുമ്പോൾ തന്മയത്തമായിട്ടൊന്ന് കുത്താൻ പഠിക്കണം. വല്ലപ്പോഴും ഈ കുത്തലിൻ്റെ നൊമ്പരം ഇന്നും മാറാത്ത മനുഷ്യനാണ് ഞാൻ.
അതുകൊണ്ട് ഈ കുത്തുന്നത് എങ്ങനെ എന്ന് സ്പൂൺ ഫീഡിങ് കൊണ്ട് പഠിക്കാതെ കുത്തി തന്നെ പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് കുത്തലുകൾ സ്വാതന്ത്ര്യമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ കുത്തലുകൾ അസ്വസ്ഥതയുടെ ദിനരാത്രങ്ങളായി മാറും. അതുകൊണ്ട് ഈ സ്പൂൺ ഫീഡിങ് അവിടെ പറയുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അവിടേക്ക് വരുന്നില്ല. അതുകൊണ്ട് സ്പൂൺ ഫീഡിങ് എന്നത് നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ ഒരു ബോധ്യങ്ങളാണ്. എല്ലാം ഇങ്ങനെ തന്നാൽ അത് സ്വീകരിക്കാം എന്ന ബോധ്യങ്ങളിൽ ഫൈറ്റ് എന്നത് നമുക്ക് പ്രധാനപ്പെട്ട അല്ലാത്ത ഒരു പ്രശ്നമായി മാറി. അതുകൊണ്ട് സാധ്യതകൾ ഉണ്ടെങ്കിലും എടുക്കണമെന്നില്ല. അതുകൊണ്ടാണ് മൂന്നാമത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ടേക്ക് ദ പോസിബിലിറ്റി. സാധ്യതകൾ ഏറ്റെടുക്കേണ്ടത് കൂടെയാണ്. സാധ്യതകൾ ഏറ്റെടുക്കേണ്ടത്. യോശുവ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞു, കാടാകുന്നു. ഓക്കെ, ഐ നോ ദാറ്റ് ഇറ്റ്സ് എ ഫോറസ്റ്റ്, ഇറ്റ്സ് എ ഡീപ്പ് ഫോറസ്റ്റ്. പക്ഷേ കാടാകുന്നു എങ്കിലും അത് വെട്ടിത്തെളിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എനിക്കറിയാം നിങ്ങൾ കാടാകുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഐ നോ ദാറ്റ് ഇറ്റ്സ് എ ഡീപ്പ് ഫോറസ്റ്റ്, ഇതൊരു കാടാണ് എന്ന് എനിക്കറിയാം. പക്ഷെ കാടാകുന്നുവെങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം? വെട്ടിത്തെളിക്കണം. JCB വിളിച്ചാൽ എളുപ്പമാവും. കാടാകുന്നുവെങ്കിലും അത് വെട്ടിത്തെളിക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റെടുക്കലിന്റെ നിമിഷങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് മാത്രമാണോ സാധ്യത? എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമാണോ സാധ്യത എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ലെന്നാണ് പിതാക്കന്മാർ പറഞ്ഞത്. മനനം കൊണ്ട്, മനസ്സുകൊണ്ട്, നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് കൈവരിക്കുന്നതാണ് സാധ്യത. ഞാൻ പറഞ്ഞതല്ല. പ്രാർത്ഥനാനിർഭരായ പിതാക്കന്മാരുടെ വാക്കുകൾ കേവലം കടമെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ സാധ്യത. സാധ്യത മനനം കൊണ്ട്, മനസ്സുകൊണ്ട്, നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് നാം ഏറ്റെടുക്കുന്നതാണ് സാധ്യത എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടല്ലേ നമ്മൾ ഒരു സാധ്യതകളും കണ്ടെത്താത്ത വസ്തുക്കളിൽ മറ്റു പലർ ചില സാധ്യതകൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു, ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് വേസ്റ്റും, ഇനിയും സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് വേസ്റ്റ് മാനേജ്മെന്റും ഉണ്ടാവും. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തുണ്ടാവും? എല്ലാം വേസ്റ്റാ. പക്ഷെ ഇനിയും സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്തുള്ളത്? വേസ്റ്റ് മാനേജ്മെന്റുകൾ ഉണ്ടാകുന്നത്. ഇവിടെ പലർക്കും ജീവിതം തന്നെ വേസ്റ്റാണ്. ജീവിതം തന്നെ നമുക്കെന്താണ് വേസ്റ്റായി മാറുന്നത്? എന്തൊരു സാധ്യതകൾ നിന്നിലുണ്ട്, എന്തെന്ത് സാധ്യതകളുടെ നിറഭണ്ഡാരമാണ് നമ്മുടെ ജീവിതം. പക്ഷെ നമുക്കതിലൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. നമ്മളിപ്പോഴും സാധ്യതകളുടെ തീർത്ഥാടകരാണ്. സാധ്യതകൾ തേടിയുള്ള നിരന്തര സഞ്ചാരികളായി ഞാനും നിങ്ങളും മാറുകയാണ്. ഈ എല്ലാവരും സാധ്യത എന്ന് വിളിക്കുന്നതിനെ നമ്മളും സാധ്യത എന്ന് വിളിക്കുന്നതിന് എന്താ ആവേശമാവുള്ളേ? എന്താ പ്രശ്നം? മോണോ ഡ്രീംസ് എന്ന് പറയും ഞങ്ങളുടെ സാമൂഹിക വിശകലന ഭാഷയിൽ. എല്ലാവരും കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഞാനും ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് കേരളത്തിൽ ഹോം നേഴ്സുമാരെക്കാൾ കൂടുതൽ നേഴ്സുമാരും ഒക്കെയായി മാറുന്ന, പാലങ്ങളൊക്കെ നിരന്തരം തകരുന്നുവെങ്കിലും എഞ്ചിനീയർമാർ ഒത്തിരിയായി വർദ്ധിക്കുന്ന, രോഗങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നുവെങ്കിലും ഡോക്ടർമാരൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലത്തെ നാം വരവേറ്റത്. കാരണം എല്ലാവരും കാണുന്ന സ്വപ്നങ്ങളെ നമുക്കും കാണുവാൻ കഴിയുന്നുള്ളൂ. പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ കണ്ട സ്വപ്നങ്ങൾ അതേപടി ഏറ്റെടുത്താൽ മറ്റൊരു പരിമല തിരുമേനി ഉണ്ടാവില്ലല്ലോ. എല്ലാവരും കണ്ട സ്വപ്നങ്ങളല്ലല്ലോ തിരുമേനി കണ്ടത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണുവാൻ ആർക്ക് കഴിഞ്ഞു? തിരുമേനിക്ക്. എല്ലാവരും ഈ വിജയത്തിന്റെ ചരിത്രവും വിജയിയുടെ ഫോർമുലയും അതുപോലെ പകർത്താനാണ് നമുക്ക് താല്പര്യം. ഒന്നുകൂടെ പറയാം, വിജയത്തിന്റെ ചരിത്രം, ദ ലെഗസി ഓഫ് സക്സസ്, വിജയത്തിന്റെ ഫോർമുല, ദ ഫോർമുലൈസ് ഓഫ് സക്സസ്, ഇത് അതേപോലെ പകർത്തുക. ഇതാണ് നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ പരിമല തിരുമേനിയിൽ ഞാൻ വ്യത്യസ്തത കാണുന്നത്, ഹി ഹിംസെൽഫ് ബിക്കം എ ഫോർമുല. അവിടെയാണ് ആ വ്യത്യാസം കാണാൻ കഴിയുന്നത്. ഹി ഹിംസെൽഫ് ബിക്കം എ ഫോർമുല. അതാണ് പ്രത്യേകം. മറ്റുള്ളവർ നൽകിയ ഫോർമുലകൾ അതുപോലെ പകർത്തിയ ഒരു പുണ്യവാൻ അല്ലത്.
ജീവിതം കൊണ്ട് വ്യത്യസ്തങ്ങളായ ഫോർമുലകൾ സൃഷ്ടിക്കുന്നവർ ഇന്തുകൊണ്ട് ചരിത്രത്തിൽ അതിന്റെ പരിവർത്തനയുടെ കാലത്തിൽ മാത്രം അസ്തമിച്ചതല്ല. ഒരു ചെറിയ ആളെ കൂടെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുക. ഭാരതീയൻ എന്നും അഭിമാനിക്കുവാനുള്ള നോബൽ സമ്മാന ജേതാവാണ് കൈലാസ് സത്യാർത്ഥി. നിങ്ങൾക്കറിയാം, ഈ കൈലാസ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിന്റെ മാധ്യമ ലോകത്തൊരു കടുത്ത പ്രതിസന്ധി ഉണ്ടായി. എന്താണെന്നറിയാമോ? ആരാണ് കൈലാസ് സത്യാർത്ഥി എന്ന് ഇന്ത്യയുടെ മാധ്യമ ലോകത്തിന് കൃത്യമായി അറിയാമേല. ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഉത്തർപ്രദേശിലെ ഒരു മന്ത്രിയുടെ പേരാണ് കൈലാസ്. പത്രത്തിൽ വന്നതാ. കൈലാസ് പുള്ളി ഗംഭീരനാ, മിടുക്കനാ. 7 പെൺമാണിഭവും 4 അഴിമതി കേസ്, അങ്ങനെ വളരെ കൃത്യമായി ഭംഗിയായി ജീവിക്കുന്ന മനുഷ്യൻ. ഇന്ത്യയുടെ മാധ്യമ പടകൾ മറ്റൊന്നും ആലോചിക്കാതെ കൈലാസ് സത്യാർത്ഥിയെ തേടി നേരെ ഉത്തർപ്രദേശിന് വിട്ടു. രാവിലെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന കൈലാസ് സത്യാർത്ഥി തന്നെ വീടിന്റെ മുമ്പിലെ ചാനൽ പടയെ കണ്ട് ഞെട്ടിപ്പോയി. ഒരുത്തനെ വിളിച്ച് സ്വകാര്യമായിട്ട് ചോദിച്ചു, എന്നാ പറ്റിയടാ, എൻ്റെ രാജ്യമെങ്ങാനും ഇന്നലെ പ്രഖ്യാപിച്ചോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, സാർ അറിഞ്ഞില്ലേ, സാറിനാണ് ഈ വർഷത്തെ നൊബേൽ സമ്മാനം. അദ്ദേഹം തുറന്ന വാ പിന്നെ ഒത്തിരി നേരത്തേക്ക് അടച്ചില്ലേ. അദ്ദേഹം ചിന്തിച്ചു, എനിക്കോ നോബൽ സമ്മാനമോ? പിന്നെയും പുള്ളി ആശ്വസിച്ചു, ഈ പ്രാവശ്യത്തെ നോബൽ സമ്മാനത്തിന്റെ ക്രൈറ്റീരിയ മാറിക്കാണും. ഏറ്റവും കൂടുതൽ പെൺവാണിഭം നടത്തിയ വഴി എനിക്കാവും അത്. അപ്പോഴാണ് ഇന്ത്യയുടെ ചാനൽ ലോകത്തിന് പറ്റിയ അബദ്ധം പിടികിട്ടിയത്. ഞങ്ങൾ അന്വേഷിക്കുന്ന കൈലാസ് സത്യാർത്ഥി ഇതല്ല. ഞങ്ങൾ അന്വേഷിക്കുന്ന കൈലാസ് സത്യാർത്ഥി നൊബേൽ സമ്മാനത്തിന് തുകയായി ലഭിച്ച കോടിക്കണക്കിന് രൂപയിൽ ഒറ്റ ചില്ലി നയാ പൈസ പോലും തന്റെ അക്കൗണ്ടിലേക്ക് മാറാതെ ഭാരതത്തിന്റെ തെരുവു ബാല്യങ്ങൾക്ക് വിട്ടുകൊടുത്ത ഒരു മനുഷ്യനാണ്. പലരുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രീസമായത്തിന് 12ാമത്തെ വയസ്സിൽ പാട്ടുപാടി കിട്ടിയ കുപ്പി ഗ്ലാസ് പോലും അലമാരി ഇരിപ്പുണ്ട്. അത് അച്ഛനെ കാണിക്കാറുണ്ട്. പക്ഷെ കൈലാസ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനമായി കിട്ടിയ ഫലകം പോലും അദ്ദേഹം വിറ്റ് കാശാക്കി ഭാരതത്തിന്റെ തെരുവു ബാല്യങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്നാണ് ചരിത്രം. അതെ, ജീവിതം കൊണ്ട് ജീവിതം തന്നെ ഫോർമുലകളായി മാറുന്നവരുണ്ട്. പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ വിജയത്തിന്റെ ലെഗസി കോപ്പിയടിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വിജയ ഫോർമുലകൾ അതുപോലെ പകർത്തുവാനും ഒക്കെ നമുക്ക് താല്പര്യമാണ്. അതുകൊണ്ടാണ് മൂന്നാമതായി പറയാൻ ശ്രമിച്ചത് ടേക്ക് ദ പോസിബിലിറ്റി എന്നുണ്ട്. ജീവിതം കൊണ്ട് വിജയത്തിന് ചില ഫോർമുലകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഫോർമുലകൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത്? അവിടെ തന്നെ ഉണ്ട്. ദൈവമേ, കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ട്. എന്ത് രഥമുണ്ട്? നീ എന്തിനാ പേടിക്കണേ? കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങളല്ല, ആറ്റം ബോംബ് ഉണ്ടായ നിനക്കെന്താ? കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങൾ പോയിട്ട് ആറ്റം ബോംബ് ഉണ്ടെങ്കിലും നമുക്കൊന്നുമില്ല. ഇരുമ്പ് രഥങ്ങൾ ഓടട്ടെ, തലങ്ങും വിലങ്ങും. ഈ ഇരുമ്പ് രഥമായാലും മരരഥമായാലും കുതിരയുടെ കാലിന് പഴുക്ക് പറ്റിയ രണ്ടിൻ്റെയും ഗതി ഒന്ന് തന്നെയാണ്. അല്ല, ഇന്നത്തെ ഭാഷ പറഞ്ഞ ഡീസൽ തീർന്നു പോയി ഏത് വണ്ടിയും വഴി കിടക്കത്തില്ല ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അല്ല, ഈ ചക്രത്തിന്റെ ആണി പോയാലും രണ്ടിൻ്റെയും ഗതി ഒന്നുമില്ല. രഥങ്ങൾ ചുറ്റുപാടും ഓടട്ടെ, രഥങ്ങൾ അങ്ങനെ ചുറ്റുപാടും ഓടിത്തുമിർക്കട്ടെ. നാം എന്തിനു ഭയപ്പെടണം? നമ്മുടെ നിയോഗങ്ങളൊക്കെ എവിടുന്നാ? ഉയരങ്ങളിൽ നിന്നാണ്. ഉയരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുന്ന നിയോഗങ്ങളെ നാം എന്തിനാ വേണ്ടെന്ന് വെക്കണേ? കുര്യാക്കോസച്ചൻ വരുമ്പോൾ അത് നിൽക്കണം എന്നതിൻ്റെ ഫൈനൽ വാണിംഗ് ആണ്. അതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. നിയോഗങ്ങൾ ഉയരത്തിൽ നിന്ന് നൽകുമ്പോൾ നാം എന്തുകൊണ്ടിനാ അത് ഏറ്റെടുക്കാൻ? ഇരുപുരതങ്ങളാണോ? അതോടട്ടെ. വലിക്കുന്ന കുതിരയുടെ ശക്തിയെങ്കിലും ഓടട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഓടുവാൻ നമ്മോട് പറഞ്ഞത് ആരാണ്? ദൈവമാണ്. അതിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഞാനിവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 3 ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓഹരികൾ വിസ്തൃതമാകണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ. ഇവിടെ എല്ലാവർക്കും ഉണ്ട്. മക്കളാകുന്ന ഓഹരിയുടെ വിസ്തൃതി, സമ്പത്താകുന്ന ഓഹരിയുടെ വിസ്തൃതി, സൗന്ദര്യമാകുന്ന ഓഹരിയുടെ വിസ്തൃതി, സാധ്യതകളാകുന്ന ഓഹരിയുടെ വിസ്തൃതി. നല്ല ആഗ്രഹങ്ങളാ. നിങ്ങളൊക്കെ സാധ്യതകളുടെ തീർത്ഥാടകരാ. പക്ഷെ ആഗ്രഹം മാത്രം പോരാ കേട്ടോ. സാധ്യതകൾക്ക് വേണ്ടി 3 ചെറിയ കാര്യങ്ങൾ ഉണ്ടാവണം. എന്താണ്? Seek, fight and take. Seek the possibility, fight for possibility and take the possibility. അപ്പം മലനാട് മാത്രമല്ല, മലനാടിൻ്റെ അറുതി പ്രദേശങ്ങൾ കൂടെ കിട്ടും. അഭിന തിരുമേയുടെ ചാരത്ത് നിൽക്കുന്നത് എന്നും എനിക്ക് ആവേശമാണ്. അത് എൻ്റെ ഗുരു സാന്നിധ്യം ആയതുകൊണ്ടാണ്. വീണ്ടും ഒരിക്കൽ കൂടി അതിന് കഴിഞ്ഞുള്ള സന്തോഷം. പ്രിയപ്പെട്ട MC കുര്യാക്കോസ് അച്ഛൻ എന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും
അത് ഒരാഴ്ച അദ്ദേഹത്തെ പഠിപ്പിച്ചു എന്നതിൻ്റെ കാരണത്താൽ ഗുരുസ്ഥാനീൻ എന്തെങ്കിലും വിളിക്കുമെങ്കിലും എനിക്കത് കേൾക്കുമ്പോൾ അല്പം പ്രയാസമൊക്കെ തോന്നാറുണ്ട്. എങ്കിലും അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്, ബഹുമാനത്തിന്, വാത്സല്യത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. സശ്രദ്ധമായ നിങ്ങളുടെ കേൾവിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ശരണം പ്രാപിക്കുന്നു. മറ്റുള്ളവരുടെ ഫോർമുലകൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ചില ഫോർമുലകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും.